പലർക്കും ഒരു വാഹനം ഇതുപോലെ ടി ജംഗ്ഷനിൽ ഒരു വാഹനം എടുക്കാൻ പേടിയാണ്. നമുക്കിപ്പോൾ റൈറ്റ് സൈഡിലോട്ട് പോകണം. നമ്മൾ ഒരു കാരണവശാലും എന്ത് ചെയ്യരുത്, ആ റൈറ്റോട്ട് ഈ വണ്ടി കിടക്കുന്ന പോലെ നമ്മൾ എടുക്കരുത് ഒരു കാരണവശാലും. കാരണം നടക്കണ്ടേ, ബാക്കി അവിടെ നിന്ന് ഇങ്ങോട്ട് വണ്ടി വരാനുള്ള വണ്ടിയുടെ ബ്ലോക്കായി. കാരണം എന്താ, അവർ ആ റൈറ്റ് സൈഡ് ചേർന്ന് നടക്കുന്നതുകൊണ്ടാണ്. നമ്മൾ ഈ ഒരു സൈഡ് തന്നെ ചേർത്ത് കൊണ്ടുവന്ന് വാഹനം നിർത്തുക. കണ്ടാ, കൃത്യമായിട്ട് നിർത്തിയാൽ നമുക്ക് ഷോൾഡർ ചരിച്ച് രണ്ട് സൈഡിലും വാഹനം കാണത്തക്പോലെ കൊണ്ട് നിർത്തുക. കാരണം പലരും എന്ത് ചെയ്യും, ഈ ഫ്രണ്ടിലോട്ട് നോക്കി കയറും. കാരണം നമ്മൾ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ ഒരുപാട് റോഡിലോട്ട് തങ്ങി കയറി കിടക്കുന്ന പോലെ തോന്നും. ഇതല്ലേ, നമുക്ക് രണ്ട് സൈഡിലും ഷോൾഡർ ചരിച്ച് വണ്ടി ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക. വണ്ടി രണ്ട് സൈഡിലും ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. എന്നിട്ട് നമ്മൾ എടുത്താൽ മതി. നമ്മൾ തിരുതിയും വെപ്പാനുള്ള ഒന്നും വെക്കരുത്. നമ്മൾ ഫസ്റ്റ് ഗിയർ തന്നെ കൊടുക്കുന്നു. വണ്ടി ഇല്ലെന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം നമുക്ക് പോകേണ്ട ആ റോഡിന് നമ്മുടെ ആ സൈഡിലോട്ട് തീർക്കാം. നമുക്ക് ഈ ഒരു കാരണവശാലും തീരുന്നത് നിങ്ങൾ ഒടിച്ചു വെച്ചിട്ട് എടുക്കരുത്. കണ്ടില്ലേ, ഞാൻ എടുത്തോണ്ടാണ് തിരിച്ചത്. അപ്പൊ ചെറുതായിട്ട് അങ്ങോട്ട് തിരിച്ചു കൊടുത്തേ ഉള്ളൂ. കൃത്യമായിട്ട് നമുക്ക് ഈ സൈഡിൽ തന്നെ, നമ്മുടെ സൈഡിൽ ലെഫ്റ്റ് സൈഡാണ്, കൃത്യമായിട്ട് ഈ സൈഡിൽ തന്നെ വാഹനം റൈറ്റ് സൈഡിലോട്ട് പോയത് കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വാഹനം ഇതുപോലെ നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പേടി കൂടാതെ എടുക്കാൻ കഴിയുന്നതാണ്. ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ഇടും. തനിയെ വാഹനം ഓടിക്കാൻ പേടിയുള്ളതിനെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ കേരളത്തിലെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നത്. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം തനിയെ വാഹനം ഓടിക്കാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഞാൻ ഉറപ്പ് തരുന്നു, ഗ്യാരണ്ടി, നിങ്ങൾ ഈ ഒരു ക്ലാസ് അറ്റൻഡ് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിച്ചിരിക്കും. നിങ്ങൾക്ക് വാഹനം ഓടിക്കണം എന്ന് ആഗ്രഹമാണ്, എന്റെ ജില്ല ഏതാണ് എഴുതേണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നത്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യും.